ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയെ പോലെ തന്നെ നിരവധി രാജ്യങ്ങളുടെ മേൽ അധിക താരിഫുകൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറമെ പ്രശസ്ത ബിസിനസ് ജെറ്റുകളുടെ അഥവാ PC-12, PC-24 സ്വിസ് നിർമ്മാതാക്കളായ പിലാറ്റസ് സ്വിസ് ഉൽപ്പന്നങ്ങൾക്ക് 39% ഉയർന്ന താരിഫ് ചുമത്തിയതിനാൽ US-ലേക്കുള്ള എല്ലാ ഡെലിവറിയും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഈ നീക്കം അവരുടെ വിൽപ്പനയുടെ ഏകദേശം 40% വരുന്ന US വിപണി വിഹിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. ഈ ചെലവുകൾ നികത്തുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഫ്ലോറിഡയിൽ ഒരു പ്രാദേശിക അസംബ്ലി പ്ലാന്റ് സ്ഥാപിക്കാൻ പിലാറ്റസ് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US നിർമ്മിത F-35 ലൈറ്റ്നിംഗ് 2-ൽ നിന്നും പിന്മാറാൻ സ്പെയിൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പകരം യൂറോഫൈറ്റർ, ടൈഫൂൺ, FZSA ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റമായ പോലെയുള്ള യൂറോപ്യൻ ബദലുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചതായും വാർത്തകൾ വരുന്നു. സ്പെയിനിന്റെ വർദ്ധിച്ച $12 ബില്യൺ പ്രതിരോധ ബജറ്റിന്റെ 87% ആഭ്യന്തര സ്ഥാപനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ US-ന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്ക, അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ പ്രതിരോധ സ്വയംഭരണത്തിനായുള്ള പ്രേരണയും ഒക്കെയാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത്. എന്തായാലും എയറോസ്പേസ് മേഖലയിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാനഡ, പോർച്ചുഗൽ, ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള നിരവധി നാറ്റോ സഖ്യകക്ഷികൾ US രാഷ്ട്രീയ അസ്ഥിരതയെയും US-ന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ അവരും US-ഉം തമ്മിലുള്ള F-35 കരാറുകൾ പുനഃപരിശോധിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്.